എഴുതി കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണത്. ഈശ്വരാ. കാരണം വല്ല ലവ് ലെറ്റർ ആണ്. ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടുന്ന അങ്ങേക്ക് എന്റെ ലവ് ലെറ്റർ എന്ന കാര്യമില്ല. എന്നാലും ശരി, ഞാൻ അങ്ങയുടെ കലാകാരനെ, അങ്ങയുടെ വ്യക്തിത്വത്തെ നമിക്കുകയാണ്. നോ ഡൗട്ട്. പക്ഷെ ഈ ഡയലോഗ് ഇത് അങ്ങേക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു നടനാണ് ലാലേട്ടൻ. അത് ഒന്നും കൂടി അത് കാണിച്ചിട്ട് നമ്മുടെ ഒരു ആരും കണ്ടില്ലെന്ന് ഒന്നുകൂടെ ഇരിക്കും സപ്ലി. അങ്ങക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം ലാലേട്ടനോ? ആറാം തമ്പുരാനിലെ സംഗീതം പഠിക്കുവാനായി ചെല്ലുക. ആ ഡയലോഗുണ്ടല്ലോ, അതാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ ഞാൻ പറയണം? ഇല്ല, വെറുതെ ലാലേട്ടൻ അപമാനിക്കണം. ലാലേട്ടൻ വളരെ മനോഹരമായി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞു വെറുതെ കൊള്ളാലോ. അത്തരം കഥാപാത്രങ്ങൾ ഒരുപക്ഷെ അങ്ങേ തേടി വന്നാലും അത്തരം കഥാപാത്രങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്നാലും നിങ്ങൾ തന്നതിലേക്ക് ഞാൻ പറയാം, പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒരു ഡയലോഗ്. ആറാം തമ്പുരാനിൽ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗാണ്. സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം, അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് പെട്ടെന്നാണ് ഒരു വെളിപ്പാടുണ്ടായത്. എന്തിനാ? ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ. ചരിവ് കുറച്ച് വേണം, ചരിവ്. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിലും. ഉസ്താദ് ബാദുഷാ ഖാൻ. മൂപ്പര് നല്ല പിച്ച. എന്താ സംഭവം? അകത്ത് നല്ല ഒന്നാന്തരം എ ക്ലാസ് ബാങ്ക്. ചെന്നപാടെ ആവശ്യം അറിയിച്ചു. ദക്ഷിണ വെക്കാൻ പറഞ്ഞു. പൂര് തെണ്ടിയുടെ ഓട്ടക്കീസയിൽ എന്താവില്ലേ? ഒന്നുമില്ല. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാരാഗത്തിൽ ഒരു സാധനം അങ്ങ് അലക്കി. सबरों की जिंदगी जो कभी नहीं खत्म हो जाती है. शंभो महादेवा.